ഹായ് എവരിവൺ, ഏവർക്കും നമസ്കാരം. ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. കേരള സെറ്റ് എക്സാം മലയാളം സബ്ജക്ട് പേപ്പർ 2026 ഫെബ്രുവരി 22 നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് എന്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. അപ്പൊ പ്രധാനമായിട്ട് നമുക്കറിയാം, നമ്മുടെ ചോദ്യ പേപ്പറിൽ 120 ചോദ്യങ്ങളാണ് ഉള്ളത്. അപ്പൊ ഈ 320 ചോദ്യങ്ങളെയും വിവിധ സെക്ഷൻസ് ആക്കിയിട്ടാണ്, വിവിധ പാർട്ടുകളാക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ കേരള സെറ്റ് എക്സാമിന്റെ മലയാളം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫസ്റ്റ് ഡിസ്കഷൻ പാർട്ടിലേക്ക് എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും അധ്യാപക സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ, അതുമായി ബന്ധപ്പെട്ടിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ എന്നീ പാറ്റേണിലാണ് നമ്മൾ ഡിസ്കഷൻ ആരംഭിക്കുന്നത്. റെഡി അല്ലേ എല്ലാവരും? ഒരുപോലെ തന്നെ നെറ്റിനും സെറ്റിനും HSC കേട്ടറ്റ് ഏത് മലയാളം കോമ്പറ്റേറ്റീവ് എക്സാം, ടീച്ചിങ് ഫീൽഡിലേക്കുള്ള ഏത് മലയാളം കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പഠിക്കുന്നവർക്കും ഒരുപോലെ ഉപയോഗപ്രദമാകുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. റെഡി? നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കുകയല്ലേ. ആദ്യത്തെ ചോദ്യം, കൂടിയാട്ടത്തിനെ ഉപയോഗിക്കാത്ത സംഗീത ഉപകരണം ഏതാണ്? കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്നത്, കഥകളിക്ക് ഉപയോഗിക്കുന്നത് പഞ്ചവാദ്യങ്ങൾ. ഇതൊക്കെ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ചോദ്യമാണ് അല്ലെ. ഇത് ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, മുൻപ് ചോദിച്ചിട്ടുള്ളതാണ്. കൂടിയാട്ടത്തിന് ഉപയോഗിക്കാത്ത സംഗീത ഉപകരണം. വിജീഷ ടീച്ചറാണ് ആദ്യ ആൻസർ പറഞ്ഞിരിക്കുന്നത്, ഓപ്ഷൻ സി ആണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ളവർ കൂടി ഒക്കെ ഒന്ന് ഉത്തരം പറഞ്ഞേ. ഹരിതാഞ്ജലി ഓപ്ഷൻ സി പറയുന്നുണ്ട്, സഞ്ജന ടീച്ചർ ഓപ്ഷൻ സി, അനു ഓപ്ഷൻ സി, വിധു ടീച്ചർ സി ഉറപ്പിച്ച് പറയുന്നുണ്ട്. കൂടിയാട്ടത്തിനെ ഉപയോഗിക്കാത്തത്, നമുക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനിലെ കീവേഡ് നോക്കിക്കോ, ഉപയോഗിക്കാത്തത്. ഉപയോഗിക്കുന്നതല്ല പറയുന്നത്, ഉപയോഗിക്കാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. കൂടിയാട്ടം, കൂടിച്ചേർന്നുള്ള അഭിനയമാണ് കൂടിയാട്ടം അല്ലെ. സംസ്കൃത നാടകങ്ങളാണ് കൂടിയാട്ടത്തിന് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ അഭിനയത്തിന്റെ അമ്മ എന്നറിയപ്പെടുന്ന കലാരൂപമാണ് അല്ലെ മക്കളെ കൂടിയാട്ടം. അഭിനയത്തിന്റെ അമ്മ എന്നറിയപ്പെടുന്ന കലാരൂപമാണ്. സംസ്കൃത നാടകങ്ങളാണ് കൂടുതലായിട്ട് ഇതിൽ ഉപയോഗിക്കുന്നത്, സംസ്കൃത നാടകങ്ങൾ. ഈ കൂടിയാട്ടങ്ങൾ സാധാരണയായിട്ട് എവിടെയാണ് നടന്നിരുന്നത്? കൂത്തമ്പലങ്ങളാണ് അല്ലെ. കൂത്തമ്പലങ്ങളാണ് കൂടിയാട്ടത്തിന്റെ രംഗവേദി. കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന പ്രധാന ഉപകരണം ഏതാ? ഉപകരണം അല്ല, വാദ്യം, സംഗീത ഉപകരണം. കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട, ഏറ്റവും പ്രധാനപ്പെട്ട സംഗീത ഉപകരണം, വാദ്യം ഏതാണ് മക്കളെ? കൂടിയാട്ടം. യെസ്, വെരി ഗുഡ്. ഹരിതാഞ്ജലി പറഞ്ഞിട്ടുണ്ട് മിഴാവാണ് അല്ലെ. കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഉപകരണം ഏതാണ്? മിഴാവാണ്. മിഴാവ്. പിന്നെ ഏതൊക്കെയാണ്? ഇടയ്ക്ക, ശംഖ്, കുറുംകുഴൽ, കുഴിത്താളം എന്നിവയാണ് കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന സംഗീതോപകരണങ്ങൾ. ക്ലിയർ അല്ലേ? കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന സംഗീതോപകരണങ്ങൾ ഏതൊക്കെയാണ്? മിഴാവ്, ഇടയ്ക്ക, ശംഖ്, കുറുംകുഴല്, കുഴിത്താളം എന്നിവയാണ് കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന സംഗീതോപകരണങ്ങൾ. ഇടയ്ക്കയുണ്ട്, ശംഖുണ്ട്, കുഴിത്താളമുണ്ട്. അപ്പൊ കൂടിയാട്ടത്തിന് ഉപയോഗിക്കാത്ത സംഗീതോപകരണം ഏതാണ്? ചെണ്ടയാണ്. ചെണ്ട കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്നില്ല. ഓക്കെ, പഞ്ചവാദ്യങ്ങൾ ഏതൊക്കെയാ മക്കളെ? പഞ്ചവാദ്യങ്ങൾ അല്ലെങ്കിൽ പഞ്ചവാദ്യത്തിന് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതൊക്കെയാ? പഞ്ചവാദ്യം പറഞ്ഞേ. അപ്പോഴും നിങ്ങൾ തെറ്റിക്കാറുള്ള സാധ്യത കൂടുതലാണ്. പഞ്ചവാദ്യത്തിന് ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ്? പഞ്ചവാദ്യങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതൊക്കെയാണ്? പഞ്ചവാദ്യം പറഞ്ഞ എല്ലാവരും. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഇത്. അതാ ഹരിതാഞ്ജലി മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട്. തിമില, തിമിലയുടെ ഓപ്പോസിറ്റ് ആയിട്ട് എന്തുണ്ടാവും? മദ്ദളം ഉണ്ടാകും. ദെൻ ഇടയ്ക്ക, ഇലത്താളം, കൊമ്പ്. 5 എണ്ണം. കൊമ്പ്. ഓക്കെ, തിമില, മദ്ദളം, ഇടയ്ക്ക, ഇലത്താളം, കൊമ്പ് എന്നിങ്ങനെയുള്ള 5 വാദ്യങ്ങളാണ് പഞ്ചവാദ്യത്തിന് ഉപയോഗിക്കാറുള്ളത്. ഇനി ശംഖ് വിളിച്ചിട്ടാണ് സാധാരണയായിട്ട് പഞ്ചവാദ്യം ആരംഭിക്കാറുള്ളത്. അപ്പൊ ചില ചോദ്യ പേപ്പറുകളിലെ ഇതിലേതെങ്കിലും എണ്ണം ഒഴിവാക്കിയിട്ട് ശംഖ് എന്നും കൊടുക്കാറുണ്ട്. അപ്പൊ അത് കാണുന്ന സമയത്ത് നിങ്ങൾ അത് തെറ്റാണ് എന്ന് വിചാരിക്കരുതേ. നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണയായിട്ട് ശംഖ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാറുണ്ട്.
ഓക്കെ, ഏതൊക്കെയാണ് പഞ്ചവാദ്യങ്ങള്? തിമില, മദ്ദളം, ഇടയ്ക്ക, ഇലത്താളം, കൊമ്പ് എന്നിവയാണ് പഞ്ചവാദ്യങ്ങൾ. ക്ലിയർ ആണോ? ഇതുമായി ബന്ധപ്പെട്ടിട്ട് എപ്പോഴും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് പഞ്ചവാദ്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാലോ. യെസ്, മൂവിംഗ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, കൃതി സമുചിത മട്ടിൽ പ്രാസമൂന്നി പ്രയോഗിപ്പതിന് കഴിയുവോനങ്ങൾ അർത്ഥഭംഗം പ്രസംഗം. പ്രാസവാദത്തിനോടുള്ള തന്റെ അഭിപ്രായം ഒരു കൃതിയിലെ നായാട്ടു വർണ്ണനയിൽ ഇങ്ങനെ സാന്ദർഭികമായി നിബന്ധിച്ച കവിയാരെ. അപ്പോ പ്രാസവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളാണ്. അതാണ് ഒന്നാമത്തെ ക്ലൂ. രണ്ടാമത്തെ ക്ലൂ നായാട്ടു വർണ്ണന ഇങ്ങനെ സാന്ദർഭികമായി നിബന്ധിച്ച കവിയാരെ. കൃതി സമുചിത മട്ടിൽ പ്രാസമൂന്നി പ്രയോഗിപ്പതിന് കഴിയുവോനെങ്ങർത്ഥഭംഗ പ്രസംഗം. ഏതാണ് ഉത്തരം? പറഞ്ഞേ. വള്ളത്തോളാണോ, AR ആണോ, കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണോ, ഉള്ളൂരാണോ? നായാട്ടു വർണ്ണന അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ തന്നിരിക്കുന്നവയിൽ ആരെങ്കിലും ഒരു കൃതി എഴുതിയിട്ടുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഉത്തരം കിട്ടും. മീനൂന് C ഡൗട്ടാണ്, അനു C ഉറപ്പിച്ച് പറയുന്നുണ്ട്, ഷംനാദ് ഓപ്ഷൻ C പറയുന്നുണ്ട്. ബാക്കിയുള്ളവരും കൂടി പറഞ്ഞേ. സഞ്ജനയ്ക്കും ഒരു ചെറിയ ഡൗട്ട്, C ആണോ എന്നുള്ളത്. ഞാനൊരു ക്ലൂ തന്നാ നിങ്ങൾ ഉറപ്പിച്ച് പറയോ? എന്റെ മൃഗയാസ്മരണകൾ. എന്റെ മൃഗയാസ്മരണകൾ ആരുടെ കൃതിയാ? എന്റെ മൃഗയാസ്മരണകൾ. എന്റെ മൃഗയാസ്മരണകൾ ആരുടെ കൃതിയാ? വള്ളത്തോളിന്റെയോ? അല്ല വിധു ടീച്ചറെ. എന്റെ മൃഗയാസ്മരണകൾ കേരളവർമ്മ വലിയ കോയി തമ്പുരാന്റേതാണ്. അവിടെയാണ് നായാട്ടു വർണ്ണന ഒരെണ്ണം വരുന്നത്. മൃഗയാസ്മരണകളില് എന്താണ് നായാട്ടിനെ കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രാസവാദത്തിനോടുള്ള അഭിപ്രായം ഒരു കൃതിയിലെ നായാട്ടു വർണ്ണനയിലൂടെ ഇങ്ങനെ അവതരിപ്പിച്ചത് ആര് തന്നെയാണ്? കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. ഓപ്ഷൻ C ആണ് ആൻസർ. ഓക്കെ, പ്രാസവാദം എന്താ? പ്രാസവാദവുമായി ബന്ധപ്പെട്ട പ്രാസ ഏതാ? പ്രാസവാദവുമായി ബന്ധപ്പെട്ട പ്രാസം ഏതാണ്? ആദ്യാക്ഷരപ്രാസാണോ, അന്ത്യാക്ഷരപ്രാസാണോ? ഏതാണ് പ്രാസവാദവുമായി ബന്ധപ്പെട്ട പ്രാസം? ഏതാ? ദ്വിതീയാക്ഷരപ്രാസമാണ് അല്ലെ? ദ്വിതീയാക്ഷരപ്രാസമാണ് പ്രാസവാദവുമായി ബന്ധപ്പെട്ട പ്രാസം. ഓക്കെ, ഈ പ്രാസവാദം ആരൊക്കെ തമ്മിലായിരുന്നു പ്രധാനമായിട്ട്? പ്രാസത്തെ അനുകൂലിച്ചവരാരെ? പ്രാസ വേണ്ട എന്ന് പറഞ്ഞതാരെ? ആരൊക്കെയാണ് അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ മുന്നോട്ട് വെച്ചത്? കേരളവർമ്മയും AR ആയിരുന്നു ഇതിന് പ്രധാനമായിട്ട് ഇതിന്റെ മുന്നിൽ നിന്നിട്ടുള്ളവരെ. ദ്വിതീയാക്ഷര പ്രാസവാദം അല്ലെ? ദ്വിതീയാക്ഷര പ്രാസവാദവുമായിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ എന്തൊക്കെ നോക്കണം? എന്താണ് ദ്വിതീയാക്ഷര പ്രാസം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ? ഇതിന് കേരള പ്രാസം എന്നുകൂടി പേരുണ്ട്. കേരള പ്രാസം എന്നറിയപ്പെടുന്നത് ഏതാണ്? ദ്വിതീയാക്ഷര പ്രാസമാണ്. ഒരു പദ്യത്തിലെ ഓരോ പാദത്തിലും രണ്ടാമതായി വരുന്നത് ഒരേ അക്ഷരമായിരിക്കണം എന്ന പ്രാസവ്യവസ്ഥയെ, എന്ന പ്രാസ രീതിയെയാണ് ദ്വിതീയാക്ഷര പ്രാസം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ കേരള പ്രാസം എന്നും പറയുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ പാട്ടിന്റെ നിർവചനത്തിലെ എതുകയാണോ മോനയാണോ ദ്വിതീയാക്ഷര പ്രാസം? ലീലാതിലകത്തിലെ പാട്ടിന്റെ ലക്ഷണം പറയുന്ന സമയത്ത് എതുക മോന വൃത്തവിശേഷയുക്തം പാട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ എതുകയാണ്, യെസ്, എതുകയാണ് എന്ത്? എതുകയാണ് ദ്വിതീയാക്ഷര പ്രാസം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? പ്രാസവാദം. പ്രാസം വേണമെന്ന് കേരളവർമ്മ വലിയ കോയി തമ്പുരാനും പ്രാസം വേണ്ട എന്ന് ആരും പറഞ്ഞു? AR രാജരാജവർമ്മയുടെ കൂടെയുള്ളവരും പറഞ്ഞു. ക്ലിയർ അല്ലേ? അപ്പൊ ദ്വിതീയാക്ഷര പ്രാസവാദത്തെ അനുകൂലിച്ചവർ ആരൊക്കെയാണ്? ആരൊക്കെയാണ് ദ്വിതീയാക്ഷര പ്രാസവാദത്തെ അനുകൂലിച്ചവരെ ഒന്ന് പറഞ്ഞേ. ആരൊക്കെയാണ് അനുകൂലിച്ചത്? AR ഉണ്ടായിരുന്നു. AR ദ്വിതീയാക്ഷര പ്രാസം അനുകൂലിച്ചവരാണോ? അല്ല, പ്രാസം വേണ്ട എന്ന് പറഞ്ഞവരാണ്. പറഞ്ഞേ, ദ്വിതീയാക്ഷര പ്രാസം വേണം എന്ന് പറഞ്ഞവരാരൊക്കെയാ? പറഞ്ഞേ, ദ്വിതീയാക്ഷര പ്രാസം വേണം എന്ന് പറഞ്ഞത് ആരൊക്കെയാ? കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ, ഉള്ളൂർ. കേരളവർമ്മയും ഉള്ളൂരും എന്ത് പറഞ്ഞു? എന്താണ്? ദ്വിതീയാക്ഷര പ്രാസം കൃതികളിലെ പ്രാസം വേണം എന്ന് പറഞ്ഞു. കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ, ഉള്ളൂരെ, നടുവത്തച്ഛൻ,
കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ എന്നിവരൊക്കെ പ്രാസം വേണം എന്ന് പറഞ്ഞവരാണ്. AR രാജരാജവർമ്മ, പുന്നശ്ശേരി നമ്പി, C അന്തപ്പായി. AR രാജരാജവർമ്മ, പുന്നശ്ശേരി നമ്പി, C അന്തപ്പായി എന്നിവരൊക്കെ എന്ത് പറഞ്ഞു? പ്രാസം വേണ്ട എന്നും പറഞ്ഞു. ക്ലിയർ അല്ലേ മക്കളെ? പ്രാസം വേണ്ട എന്നും പറഞ്ഞു. ഇതെപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണേ. ഓക്കെ, ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. പ്രാസവാദവുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതൽ ഡിസ്കഷനിലേക്ക് ഒന്നും കടക്കുന്നില്ല. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവുകയാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മൂന്നാമത്തെ ചോദ്യം, രാമചരിതം പാഠ്യപ്രസ്ഥാനം പ്രാചീന പദ്യത്തിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. രാമചരിതത്തിൽ ഗ്രന്ഥാരംഭത്തിലും ഗ്രന്ഥാവസാനത്തിലും കവി സ്മരിക്കുന്ന പോകി പോക ചയനൻ ആരാണെന്നാണ് കരുതുന്നത്? ആരാണ്? രാമചരിതത്തിന്റെ ഗ്രന്ഥാരംഭത്തിൽ ആരെ സ്തുതിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് എന്നുള്ളത് കിട്ടിയാൽ തന്നെ നമുക്ക് ഉത്തരം കിട്ടണം. ഇമ്പോർട്ടന്റ് ആണ്. എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും പഠിച്ചിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു ഭാഗമാണ് പാഠ്യപ്രസ്ഥാനം എന്നുള്ളത്. പാഠ്യപ്രസ്ഥാനത്തിലെ പാട്ടിന്റെ ലക്ഷണങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന കൃതിയാണ് രാമചരിതം എന്നുള്ള കൃതി. രാമചരിതം അല്ലെ പാഠ്യപ്രസ്ഥാനത്തിലേതായിട്ട് നമുക്ക് ആദ്യം ലഭിച്ചിട്ടുള്ള കൃതിയാണ്. മലയാളത്തിൽ ആദ്യ കൃതി എന്ന് രാമചരിതത്തെ കുറിച്ചിട്ട് പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. പാട്ടിനെ ലീലാതിലകകാരൻ നൽകുന്ന ലക്ഷണം പൂർണ്ണമായി യോജിക്കുന്ന കൃതിയാണ് ഏത്? രാമചരിതം. ക്ലിയർ അല്ലേ? വാത്മീകി രാമായണത്തെ അധികരിച്ച് മലയാളത്തിലുണ്ടായ ആദ്യ കൃതിയും രാമചരിതമാണ്. ക്ലിയർ അല്ലേ മക്കളെ? ഇനി രാമായണത്തിൽ എത്ര കാണ്ഡങ്ങളുണ്ട് ഒന്ന് പറഞ്ഞേ. രാമായണത്തിൽ എത്ര കാണ്ഡങ്ങളുണ്ട് മക്കളെ? രാമായണത്തിൽ 6 കാണ്ഡങ്ങളുണ്ട്. അതിൽ ഏത് കാണ്ഡത്തെ അവലംബിച്ചുകൊണ്ടാണ് നമ്മുടെ രാമചരിതം എഴുതിയിരിക്കുന്നത്? രാമായണത്തിൽ 6 കാണ്ഡങ്ങളുണ്ട്. യെസ്, അതിലേത് കാണ്ഡമാണ്? വെരി ഗുഡ്, യുദ്ധകാന്ഡമാണ് ഏതിൽ പറയുന്നത്? രാമചരിതത്തിൽ പറയുന്നത്. രാമചരിതത്തിൽ അവലംബിക്കുന്നത് യുദ്ധകാന്ഡമാണ്. രാമായണം യുദ്ധകാന്ഡത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് രാമചരിതം എഴുതിയിട്ടുള്ളത്. ക്ലിയർ അല്ലേ? എക്സാം ഓറിയന്റഡ് ആയിട്ട് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. രാമചരിതം ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് ആരാ? രാമചരിതം ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് ആരാ? ഗുണ്ടർട്ടാണ്. ഗുണ്ടർട്ട് മുഴുവനായിട്ട് പ്രസിദ്ധീകരിച്ചത് എന്നൊന്നും ഞാനിവിടെ ചോദിച്ചിട്ടില്ല. ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് ആരാണ് എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഗുണ്ടർട്ടാണ് രാമചരിതം ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? പ്രസിദ്ധീകരിക്കുന്നത്. എക്സാം ഓറിയന്റഡ് ആയിട്ട് രാമചരിതവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പഠിക്കണം. ഓക്കെ, ഗുണ്ടർട്ടിന് ശേഷം രാമചരിതത്തെ കുറിച്ച് ഗൗരവമായി പഠിച്ചതാരാ? ഗുണ്ടർട്ടും പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം ഉള്ളൂരാണ് ഗുണ്ടർട്ടിന് ശേഷം രാമചരിതത്തെ ഗൗരവമായിട്ട് പഠിച്ചിട്ടുള്ളത്. രാമചരിതം പൂർണ്ണമായി വ്യാഖ്യാനിച്ചതാരാ? ഇതൊക്കെ ചോദ്യങ്ങളാണ്. രാമചരിതം പൂർണ്ണമായി വ്യാഖ്യാനിച്ച പണ്ഡിതനാരാ? പ്രൊഫസർ PV കൃഷ്ണൻ നായരാണ് പൂർണ്ണമായിട്ട് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. രാമചരിതം പൂർണ്ണമായിട്ട് വ്യാഖ്യാനിച്ചത് ആരാണ്? പ്രൊഫസർ PV കൃഷ്ണൻ നായരാണ്. ക്ലിയർ അല്ലേ? ഇനി രാമചരിതം പൂർണ്ണമായിട്ട് പ്രസിദ്ധീകരിച്ചത് ആരാ? രാമചരിതം പൂർണ്ണമായിട്ട് പ്രസിദ്ധീകരിച്ചത്, ഇതൊക്കെ മുൻകാല ചോദ്യ പേപ്പറുകളിൽ ചോദിച്ചിട്ടുള്ളതാണ്. പൂർണ്ണമായി പ്രസിദ്ധീകരിച്ചത്, രാമചരിതം ആദ്യമായി പൂർണ്ണമായി പ്രസിദ്ധീകരിച്ചത്, ശ്രദ്ധിക്കുക, പൂർണ്ണമായി പ്രസിദ്ധീകരിച്ചത് 1932 സാംബശിവ ശാസ്ത്രികളാണ് രാമചരിതം പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുന്നത്? പ്രസിദ്ധീകരിക്കുന്നത്. വാത്മീകി രാമായണത്തിലെ യുദ്ധകാന്ഡമാണ് 1932 സാംബശിവ ശാസ്ത്രികൾ തിരുവനന്തപുരം ഹസ്തലിഖിത ഗ്രന്ഥാലയത്തിലൂടെ പ്രസിദ്ധീകരിച്ച രാമചരിതം. രാമചരിതത്തിൽ എത്ര പടലങ്ങളുണ്ട്? എത്ര പാട്ടുകളുണ്ട്? 1814 പാട്ടുകളുണ്ട്. രാമചരിതത്തിൽ എത്ര പടലങ്ങളുണ്ട് മക്കളെ? രാമചരിതത്തിൽ എത്ര പടലങ്ങളുണ്ട്? 164 പടലങ്ങളുണ്ട്. രാമചരിതത്തിലെ 164 പടലങ്ങളുണ്ട്. യുദ്ധകാന്ഡം, യുദ്ധവർണ്ണനയ്ക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. രാമചരിതത്തിലെ അങ്കിയായ രസം ഏതാ? രാമചരിതത്തിലെ അങ്കിയായ രസം വീരരസമാണ് രാമചരിതത്തിലെ അങ്കിയായ രസം, അല്ലെ? യെസ്. ഇനി ഇകലിൽ വെന്റി വിളയും
യുദ്ധത്തിൽ വിജയം കാണും എന്ന ഫലശ്രുതിയുള്ള കാവ്യമാണ് രാമചരിതം. ഇഗലിൽ വെഞ്ചി വിളയും എന്ന ഫലശ്രുതി. ഇഗൽ എന്ന് വെച്ചാൽ യുദ്ധമാണ്, യുദ്ധത്തിൽ വിജയം കാണും എന്ന ഫലശ്രുതിയുള്ള കാവ്യമാണ് ഏത്? രാമചരിതം. ഊഴിയിൽ ചെറിയവർ കറിയുമാറ് ഈ രാമചരിതത്തിൽ ഉരുതൽ ഉര ചെയ്യുകയാണ് എന്നാണ് ആര്? ശ്രീരാമ കവി പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആണോ? എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആണ്. രാമചരിതത്തിന്റെ കവി, കാലം, ദേശം തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. രാമചരിത കർത്താവ് ഒരു തിരുവിതാംകൂർ ഭരണാധികാരി ആയിരുന്നു എന്ന് പറയുന്നത് കോവുണ്ണി നെടുങ്ങാടിയാണ്. രാമചരിത കർത്താവ് ഒരു തിരുവിതാംകൂർ ഭരണാധികാരി ആയിരുന്നു എന്ന് പറയുന്നത് കോവുണ്ണി നെടുങ്ങാടിയാണ്. ശിവരാമൻ എന്നതിന്റെ തദ്ഭവമാണ് ശ്രീരാമൻ എന്ന് പറയുന്നത് ആർ നാരായണ പണിക്കരാണ്. ശിവരാമൻ എന്നതിന്റെ തദ്ഭവമാണ് ശ്രീരാമൻ എന്ന് പറയുന്നത് ആരാണ്? ആർ നാരായണ പണിക്കരാണ്. ആർ നാരായണ പണിക്കരാണ്. ക്ലിയർ അല്ലേ? ഇനി രാമചരിതം ഉത്തര കേരളത്തിലെ ഒരു മണിയാണി നായരുടെ രചനയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാ? രാമചരിതം ഉത്തര കേരളത്തിലെ ഒരു മണിയാണി നായരുടെ രചനയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാ? പി വി കൃഷ്ണൻ നായരാണ്. പി വി കൃഷ്ണൻ നായരാണ്. പി വി കൃഷ്ണൻ നായർ. എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയുന്നത്. ഓക്കെ, പി വി കൃഷ്ണൻ നായരാണ് ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ. രാമചരിതം ഒരു കൃത്രിമ ഭാഷാകൃതിയാണ് എന്ന് പറഞ്ഞത് ആരാ? രാമചരിതം ഒരു കൃത്രിമ ഭാഷാകൃതിയാണ്. രാമചരിതം ഒരു കൃത്രിമ ഭാഷാകൃതിയാണ് എന്ന് പറഞ്ഞത് ആരാ? രാമചരിതം ഒരു കൃത്രിമ ഭാഷാകൃതിയാണ്. രാമചരിതം എഴുതിയത് ഉത്തര കേരളത്തിലെ മണിയാണി നായരാണ്, അല്ലെങ്കിൽ ആ നായർ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് എന്ന് പറഞ്ഞത് പ്രൊഫസർ പി വി കൃഷ്ണൻ നായരാണ്. പ്രൊഫസർ പി വി കൃഷ്ണൻ നായരാണ്. ഹരിതയ്ക്ക് കിട്ടി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, യെസ്. അടുത്ത പോയിന്റ് ഞാൻ ചോദിച്ചത്, രാമചരിതം ഒരു കൃത്രിമ ഭാഷാകൃതിയാണ് എന്ന് പറഞ്ഞത് കെ എം ജോർജ് ആണ്. രാമചരിതം ഒരു കൃത്രിമ ഭാഷാകൃതിയാണ്. രാമചരിതം ഒരു കൃത്രിമ ഭാഷാകൃതിയാണ് എന്ന് പറഞ്ഞത് കെ എം ജോർജ് ആണ്. രാമചരിതം ഒരു തമിഴ് കൃതിയാണ് എന്ന് പറഞ്ഞത് ആരൊക്കെയാ? രണ്ടുപേരുണ്ട്. രാമചരിതം ഒരു തമിഴ് കൃതിയാണ് എന്ന് പറഞ്ഞത് ആരൊക്കെയാ? ടി എ ഗോപിനാഥ റാവുവും കെ ജി ശേഷയ്യരും. രാമചരിതം ഒരു തമിഴ് കൃതിയാണ് എന്ന് പറഞ്ഞത് ടി എ ഗോപിനാഥ റാവുവും കെ ജി ശേഷയ്യരുമാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ്. ഇനി എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം ചോദിക്കട്ടെ. രാമചരിതം അതുണ്ടായ കാലത്തെ മലയാളം പാട്ടിൽ ഉപയോഗിച്ചിരുന്ന സാഹിത്യ ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്. ഓക്കെ, എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. രാമചരിതം അതുണ്ടായ കാലത്തെ മലയാളം പാട്ടിൽ ഉപയോഗിച്ചിരുന്ന രാമചരിതം അതുണ്ടായ കാലത്തെ മലയാളം പാട്ടിൽ ഉപയോഗിച്ചിരുന്ന സാഹിത്യ ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്. ഉള്ളൂരെ. രാമചരിതം അതുണ്ടായ കാലത്തെ മലയാളം പാട്ടിൽ ഉപയോഗിച്ചിരുന്ന സാഹിത്യ ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത് എന്ന് അഭിപ്രായപ്പെടുന്നത് ആരാണ്? ഉള്ളൂരാണ്. ഉള്ളൂരാണ് അഭിപ്രായപ്പെടുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ്. എക്സാം ഓറിയന്റഡ് ആയിട്ട് എപ്പോഴും നമ്മളോട് ചോദിക്കുകയാണ്. ഇനി രാമചരിതവുമായി ബന്ധപ്പെട്ടുള്ള പണ്ഡിത അഭിപ്രായങ്ങള് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ ഓക്കെ രാമചരിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള PhD പ്രബന്ധങ്ങള്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വരികള് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അപ്പൊ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? രാമചരിതത്തിൽ ഗ്രന്ഥാരംഭത്തിലും ഗ്രന്ഥാവസാനത്തിലും കവി സ്മരിക്കുന്ന പോകി പോക ചയനൻ ആരാണ്? അനന്തശായിയായ പത്മനാഭനാണ്. ശ്രീ പത്മനാഭ സ്തുതിയോടുകൂടി ആരംഭിക്കുന്ന കാവ്യം കൂടിയാണ് ഏത് രാമചരിതം. രാമചരിതം. ക്ലിയർ അല്ലേ? എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആണ്. യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചിദംബര സ്മരണ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാര്? എളുപ്പല്ലേ? ചിദംബര സ്മരണ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാര്? ചിദംബര സ്മരണ എ അയ്യപ്പനാണോ, ഡി വിനയചന്ദ്രനാണോ, എം ഗോവിന്ദനാണോ, ബാലചന്ദ്രൻ ചുള്ളിക്കാടാണോ? ചിദംബര സ്മരണ ആരുടേതാണ്? യെസ്.
ഓപ്ഷൻ ഡി ആണ്. ഹരിതയാണ് ആദ്യ ആൻസർ വന്നിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ്. ബാലചന്ദ്രൻ ചുള്ളിക്കാട്. ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെതാണ് ചിദംബര സ്മരണ. ചിദംബര സ്മരണ. ഓക്കെ, ഞാൻ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഒന്നും പോകുന്നില്ല. അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പുകൾ അടങ്ങുന്ന കൃതിയുടെ പേരാണ് ചിദംബര സ്മരണ, ബാലചന്ദ്രൻ ചുള്ളിക്കാട്. അടുത്ത ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ പിക്കാറസ് നോവൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൃതി ഏത്? മലയാളത്തിലെ ആദ്യത്തെ പിക്കാറസ് നോവൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൃതി ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ പിക്കാറസ് നോവൽ ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ പിക്കാറസ് നോവൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൃതി. എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. കൃത്യമായിട്ട് പഠിച്ചു വെക്കണം, അല്ലെങ്കിൽ നമുക്ക് തെറ്റും. മലയാളത്തിലെ ആദ്യത്തെ നോവല്, മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നോവല്, മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നോവല്, ഇതൊക്കെ എക്സാം ഓറിയന്റഡ് ആയിട്ട് പലപ്പോഴും ചോദിക്കുന്നതാണ്. പറങ്ങോടി പരിണയമാണോ, വിരുദൻ ശംഖുവാണോ, ഉദയഭാനുവാണോ, പാറപ്പുറമാണോ? മലയാളത്തിലെ ആദ്യത്തെ പിക്കാറസ് നോവൽ ഏത്? മലയാളത്തിലെ ആദ്യത്തെ പിക്കാറസ് നോവൽ. ഒരു ക്ലൂ ഞാൻ തരാം. കാരാട്ട് അച്യുതമേനോൻ. രചിച്ച നോവലാണ്. കാരാട്ട് അച്യുതമേനോൻ രചിച്ച നോവലാണ്. കാരാട്ട് അച്യുതമേനോൻ രചിച്ച നോവലാണ്. ഏതാണ് നോവല്? ഏതാണ് നോവല് മക്കളെ? ഉറപ്പിച്ചു പറയാൻ പറ്റണം. ഏതാണ്? വിരുദൻ ശംഖുവാണ്. വിരുദൻ ശംഖുവാണ്. കാരാട്ട് അച്യുതമേനോൻ രചിച്ച നോവലാണ് വിരുദൻ ശംഖുവാണ് മലയാളത്തിലെ ആദ്യത്തെ പിക്കാറസ് നോവൽ. ഇതിനെ എന്ത് വിളിക്കാം? തെമ്മാടി നോവൽ എന്ന് പറയാറുണ്ട്. പിക്കാറസ് നോവലിനെ തെമ്മാടി നോവൽ എന്ന് വിളിക്കാറുണ്ട് കേട്ടാ. പിക്കാരോ, പിക്കാരോ എന്ന വാക്കിൽ നിന്നാണ്, എന്ന പദത്തിൽ നിന്നാണ് പിക്കാറസ് എന്നുള്ള വാക്ക് വരുന്നത്. അതായത് കൗശലക്കാരൻ അല്ലെങ്കിൽ വിരുദ്ധൻ എന്നർത്ഥമാണ് ഈ പദത്തിനുള്ളത്. ഓക്കെ, അതായത് വിരുദ്ധനായിട്ടുള്ള ഒരു നായകനായിരിക്കും. സമൂഹത്തിന്റെ താഴെ തട്ടിൽ ജനിച്ച ബുദ്ധിശക്തിയും തന്ത്രങ്ങൾ കൊണ്ട് എന്താണ് ഉയർന്നു വരുന്ന ഒരു നായകനായിരിക്കും. അതുപോലെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സാഹസികത നിറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ എന്തിലുണ്ടായിരിക്കും? ഇത്തരത്തിലുള്ള നോവലിലുണ്ടായിരിക്കും. അപ്പോ മലയാളത്തിലെ ആദ്യത്തെ പിക്കാറസ് നോവൽ, മലയാളത്തിലെ ആദ്യത്തെ പിക്കാറസ് നോവൽ എന്നറിയപ്പെടുന്ന നോവൽ ഏതാണ്? യെസ്, മലയാളത്തിലെ ആദ്യത്തെ പിക്കാറസ് നോവല് വിരുദൻ ശംഖുവാണ്. വിരുദൻ ശംഖു. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി മറ്റ് നോവലുകൾ. പറങ്ങോടി പരിണയം ആരുടെ നോവലാ? പറങ്ങോടി പരിണയം. പറങ്ങോടി പരിണയം ആരുടെ നോവലാ മക്കളെ? പറങ്ങോടി പരിണയം മലയാളത്തിലെ പരിഹാസ നോവൽ എന്നറിയപ്പെടുന്ന നോവലാണ് പറങ്ങോടി പരിണയം. ആരുടേതാണ് പറങ്ങോടി പരിണയം എന്ന നോവൽ എഴുതിയതാരാ? യെസ്, കിഴക്കേപ്പാട്ട്. കിഴക്കേപ്പാട്ട് എന്നുള്ളൊരു ക്ലൂ നമുക്ക് ഇട്ട് തന്നിട്ടുണ്ട്. ആരാണ്? കിഴക്കേപ്പാട്ട് രാമൻ മേനോൻ രചിച്ച നോവലാണ് പറങ്ങോടി പരിണയം. ക്ലിയർ അല്ലേ? നോവലുകളിലെ അതിഭാവുകത്തെ പരിഹസിച്ചുകൊണ്ട് എഴുതിയ നോവലാണ് കിഴക്കേപ്പാട്ട് രാമൻ മേനോന്റെ പറങ്ങോടി പരിണയം. പറങ്ങോടി പരിണയം. ഉദയഭാനു, പാറപ്പുറം. ഈ നോവലുകളുടെ പ്രത്യേകത എന്താ? ഉദയഭാനു, പാറപ്പുറം. ഈ നോവലുകളുടെ പ്രത്യേകത എന്താ മക്കളെ? ഉദയഭാനു, പാറപ്പുറം എന്നീ നോവലുകളുടെ പൊതുവായിട്ടുള്ള പ്രത്യേകത എന്താ? സാമൂഹിക നോവല്. സാമൂഹിക നോവല് അതിനെങ്ങാട്ടും അപ്പുറത്തേക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? രാഷ്ട്രീയ നോവലുകളാണ്. രാഷ്ട്രീയ നോവൽ. ഉദയഭാനു, പാറപ്പുറം. ഉദയഭാനു എന്ന രാഷ്ട്രീയ നോവൽ എഴുതിയതാരാ? ഉദയഭാനു എന്ന രാഷ്ട്രീയ നോവൽ എഴുതിയതാരാ? ആരെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞേ, ഉദയഭാനു എന്ന രാഷ്ട്രീയ നോവൽ എഴുതിയതാരാ? ഉദയഭാനു എന്ന രാഷ്ട്രീയ നോവല് മലയാളത്തിലെ രാഷ്ട്രീയ നോവലാണ്. അത് എഴുതിയതാരാ? ഉദയഭാനു എന്നുള്ള മലയാളത്തിലെ രാഷ്ട്രീയ നോവൽ കെ നാരായണ ഗുരുക്കൾ. ഗുരുക്കൾ. ഓക്കെ, കെ നാരായണ ഗുരുക്കൾ. ക്ലിയർ അല്ലേ? പാറപ്പുറം എന്നുള്ള നോവലോ? പാറപ്പുറം. ഉദയഭാനുവും പാറപ്പുറവും മലയാളത്തിലെ എന്ത് നോവലുകളാണ്? രാഷ്ട്രീയ നോവലുകളാണ്. കെ നാരായണ ഗുരുക്കളാണ് ഉദയഭാനു എഴുതിയത് എന്ന് പറഞ്ഞു. അപ്പൊ പാറപ്പുറം എന്നുള്ള നോവൽ എഴുതിയതാരാ? പാറപ്പുറത്തല്ല,
പാറപ്പുറം എന്നുള്ള നോവൽ എഴുതിയതാരാ? യെസ്, അറിയാവുന്നവര് കമന്റ് ചെയ്യണേ. പാറപ്പുറം എന്നുള്ള നോവല്, പാറപ്പുറത്തല്ല, പാറപ്പുറം എന്നുള്ള നോവൽ എഴുതിയതാര് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. അത് എല്ലാവരും കമന്റ് ചെയ്യണം കേട്ടോ, നോവൽ എഴുതിയത് ആരാണെന്ന്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. പഴഞ്ചൊല്ലുകളെ പറ്റി മലയാള ഭാഷയിലെ ആദ്യത്തെ പ്രസിദ്ധീകരണം ആരുടെ വകയാണ്? പൗളിനോസ് പാതിരി, ഹെർമൻ ഗുണ്ടർട്ട്, ആഞ്ചലോ ഫ്രാൻസിസ്, ജോൺ ബാപ്റ്റിസ്റ്റ്. പഴഞ്ചൊല്ലുകളെ പറ്റി മലയാളത്തിലെ, ചോദ്യം ശ്രദ്ധിക്കേ, നിങ്ങൾ തെറ്റിക്കും എന്നുള്ളത് എനിക്കറിയാം. ചോദ്യം ശ്രദ്ധിക്കും പിള്ളേരെ. പഴഞ്ചൊല്ലുകളെ പറ്റി മലയാളത്തിലുണ്ടായ ആദ്യ കൃതി, പഴഞ്ചൊല്ലുകളെ പറ്റി മലയാളത്തിലുണ്ടായ ആദ്യ കൃതി ആരുടേതാണ്? പഴഞ്ചൊല്ലുകളെ പറ്റി മലയാളത്തിലുണ്ടായ ആദ്യ കൃതി ആരുടേതാണ് എന്നുള്ളതാണ് ചോദ്യം. പറഞ്ഞേ, പഴഞ്ചൊല്ലുകളെ പറ്റി മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള ആദ്യ കൃതി. ഗുണ്ടർട്ട് എന്നാണ് കുറെ പേരൊക്കെ പറയുന്നത്. ഗുണ്ടർട്ടിൻ്റെതാണോ? ആണോ? ഒന്നും കൂടി നോട്ട് ചെയ്തേ. പഴഞ്ചൊല്ലുകളെ പറ്റി മലയാളത്തിൽ ഉണ്ടായ ആദ്യ കൃതി ആരുടേതാണ്? അത് പൗളിനോസ് പാതിരിയുടേതാണ്. ആ കൃതിയുടെ പേരെന്താണ്? അഖഡിയ മലബാറിക്ക എന്നാണ്. അഖഡിയ മലബാറിക്ക, പൗളിനോസ് പാതിരി. അഖഡിയ മലബാറിക്ക, പൗളിനോസ് പാതിരി. ഗുണ്ടർട്ടിന്റെ പഴഞ്ചൊൽമാല പിന്നീട് വന്നതാണേ. ഗുണ്ടർട്ടിന്റെ പഴഞ്ചൊൽമാല പിന്നീട് വന്നതാണ്. ഇത് അഖഡിയ മലബാറിക്ക. അത് പഴഞ്ചൊല്ലുകളെ കുറിച്ച് പറയുന്ന കൃതിയാണ്. ഏത്? അഖഡിയ മലബാറിക്ക. അത് ആരുടേതാണ്? പൗളിനോസ് പാതിരിയുടെ കൃതിയാണ്. അഖഡിയ മലബാറിക്ക. ഇങ്ങനെയാണ് അതിന്റെ മുഴുവൻ നെയിം. സെന്റം അഖഡിയ എന്നാണ്, അടകിയ എന്നാണോ? അഖഡിയ എന്നാണ് കേട്ടോ, മലബാറിക്ക. ഓക്കെ, പൗളിനോസ് പാതിരിയുടെ കൃതിയാണ് കേട്ടോ അഖഡിയ മലബാറിക്ക. മലയാളത്തിലെ പഴഞ്ചൊല്ലുകൾ, 100-ലധികം പഴഞ്ചൊല്ലുകളെ അനാവരണം ചെയ്യുന്ന കൃതിയാണ് അഖഡിയ മലബാറിക്ക. അടകിയ എന്നാണോ? സോറി, അടകിയ എന്നാണേ. ഓക്കെ. ഇപ്രാവശ്യത്തെ കാറ്ററ്റിലും അതുപോലെ തന്നെ സെറ്റിലും റിപ്പീറ്റ് ചെയ്തു വന്ന ചോദ്യങ്ങളുണ്ട്. രണ്ടിലും ഒരുപോലെ ചോദിച്ച ചോദ്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പഴഞ്ചൊല്ലുകളെ പറ്റി മലയാള ഭാഷയിലെ ആദ്യത്തെ പ്രസിദ്ധീകരണം ആരുടെ വകയാണ്? പൗളിനോസ് പാതിരിയുടെ വകയാണ്. അടകിയ മലബാറിക്കയാണ് കൃതി. ഓക്കെ, അടുത്ത ചോദ്യം ഒരു ചേരുംപടി ചേർക്കലാണ്. കുട്ടനി മതം, അനഘ രംഗം, സമയമാതൃക, ലീലാവതി എഴുതിയത് ആരാണെന്ന്. ഇതൊരു എന്താണ്, ഡീപ്പ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു ഡീപ്പ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇതിൽ ഒരു കൃതി നമുക്ക് എളുപ്പത്തിൽ കിട്ടും. ഇല്ലേ? യെസ്, A4 ആണ് എന്ന് എല്ലാവരും പറയുന്നു. അതെ, A4 ആണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. A4 അല്ല, ഒരെണ്ണം നമുക്ക് വെട്ടിക്കളയാം. ഓപ്ഷൻ ബി നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇനി അനങ്കരംഗം, സമയമാതൃക, ലീലാവതി. ലീലാവതി എന്നുള്ള കൃതി എഴുതിയതാരാ? ലീലാവതി എന്നുള്ള കൃതി കിട്ടണല്ലോ. ലീലാവതി എന്നുള്ള കൃതി എഴുതിയതാരാ? ലീലാവതി എന്ന പേരില് ഒരു കൃതി എഴുതിയിട്ടുണ്ട്. അത് ആരാണ് ആ കൃതി എഴുതിയത് എന്നുള്ളതാണ് ചോദ്യം. അതും നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒന്നാണ് ലീലാവതി. ഗണിത ഗ്രന്ഥമാണ്. സിദ്ധാന്ത ശിരോമണി ഒക്കെ എഴുതിയിട്ടുള്ള ഒരാളുടെ ഒരു ഗ്രന്ഥാണിത്. പക്ഷെ അങ്ങനെ നോക്കിയാൽ നമുക്ക് ഉത്തരം കിട്ടണമെന്നില്ല. ചിലപ്പോൾ ഇതൊരു വ്യാഖ്യാനമായിരിക്കാം ചോദിച്ചിട്ടുള്ളത്. ഭാസ്കരാചാര്യന്റെ ലീലാവതി നമ്മൾ കാണുന്നുണ്ട്. യെസ്, അപ്പൊ ഈ ചോദ്യം എന്ന് പറയുന്നത് കുറച്ച് ഡീപ്പ് ലെവലിൽ വന്നിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷൻസ് പ്രകാരം ലീലാവതി എഴുതിയിരിക്കുന്നത് നേമി ചന്ദ്രൻ എന്നുള്ള ആളാണ്. അത് ചിലപ്പോ പക്ഷെ എന്തായിരിക്കും, അതിന്റെ വിവർത്തനവോ അല്ലെങ്കിൽ അതിനെ അനുകൂലിച്ചുകൊണ്ടുണ്ടായിരിക്കുന്ന മറ്റു കൃതിയായിരിക്കാം. അപ്പൊ കുട്ടനി മതം എന്നുള്ളത് ദാമോദരഗുപ്തന്റേതാണ്. കുട്ടനി മതം ആരുടേതാണ്? ദാമോദരഗുപ്തന്റേതാണ്. നോക്കൂ, അടുത്ത നോക്കൂ. അനഘരംഗം എന്നുള്ളത് കാമസൂത്രത്തിന്റെ വ്യാഖ്യാനമാണ്. കവികമൻ എന്നാണ് തന്നിരിക്കുന്നത്, കല്യാണമല്ലൻ എന്നായിരിക്കണം അത്. ഓക്കെ, അനഘരംഗം എന്നുള്ളത് കാമസൂത്രത്തിന്റെ വ്യാഖ്യാനമാണ്.
16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കല്യാണമല്ലൻ എന്ന കവിയാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഈ കൃതി, അതായത് അനഘരംഗം എന്നുള്ള കൃതി എഴുതിയിരിക്കുന്നത് ആരാണ്? കല്യാണമല്ലനാണ്. ഈ കൃതി ആർ നാരായണപ്പണിക്കർ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ആർ നാരായണപ്പണിക്കർ എന്ത് ചെയ്തിട്ടുണ്ട്? മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അനഘരംഗം. അപ്പൊ A4 ആണ്, B1 ആണ്. A4 ആണ്, B1 ആണ്. സമയമാതൃക ആരുടെ കൃതിയാണ്? സമയമാതൃക എന്നുള്ളത് ക്ഷേമേന്ദ്രന്റെ കൃതിയാണ്. C3 ആണ്. C3 ആണ്. D2 ആണ്. ലീലാവതി നേമിചന്ദ്രന്റെ കൃതിയാണ്. A4, B1, C3, D2 എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. C3 തന്നെയാണ് വിധു ടീച്ചറെ. കണ്ടോ, ഇത് എന്താണ്, വളരെ ഡീപ്പായിട്ട് ഇതുവരെ ചോദിച്ച് കാണാത്ത രീതിയിലുള്ള ഒരു ചോദ്യമാണ് വന്നിട്ടുള്ളത്. നോട്ട് ചെയ്യുക, ഇനിയും ചോദിച്ചു കൂടായികയില്ല. സെറ്റിനാണെങ്കിലും നെറ്റിനാണെങ്കിലും എന്തിനു പഠിക്കുന്നവരാണെങ്കിലും നോട്ട് ചെയ്യുക. ഓക്കെ, യെസ്. മലയാളത്തിലെ ആദ്യത്തെ ബോധധാര നോവൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൃതി ഏത്? മലയാളത്തിലെ ആദ്യത്തെ ബോധധാര നോവൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൃതി ഏത്? മലയാളത്തിലെ ആദ്യത്തെ ബോധധാര നോവൽ ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ ബോധധാര നോവൽ നോക്കൂ. മലയാളത്തിലെ ആദ്യത്തെ പിക്കാറസ് നോവൽ ചോദിച്ചു. അതേ പാറ്റേണിലുള്ള മറ്റൊരു ചോദ്യം വന്നിരിക്കുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ ബോധധാര നോവൽ ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ ബോധധാര നോവൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ് മലയാളത്തിലെ ആദ്യത്തെ ബോധധാര നോവൽ? നമുക്ക് എല്ലാവർക്കും അറിയാം, കാരണം ഇതെന്താണ്, ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. മലയാളത്തിലെ ആദ്യത്തെ ബോധധാര നോവൽ ആരുടേതാണ്? പോഞ്ഞിക്കര റാഫിയുടേതാണ്. ആ കൃതിയുടെ പേരെന്താണ്? സ്വർഗദൂതൻ എന്നുള്ളതാണ്. സർഗദൂതൻ. ഓക്കെ, സർഗദൂതനാണ് മലയാളത്തിലെ ആദ്യത്തെ ബോധധാര നോവൽ. ബോധധാര നോവൽ. ഓക്കെ, മനുഷ്യന്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളെ അവയുടെ സ്വാഭാവികമായിട്ടുള്ള ഒഴുക്കിൽ അത് കൃത്രിമമായോ യുക്തിയില്ലാതെയോ അവതരിപ്പിക്കുന്ന രീതിയെയാണ് എന്ത്? ബോധധാര രീതി എന്ന് പറയുന്നത്. അതായത് ബാഹ്യമായിട്ടുള്ള സംഭവങ്ങളെക്കാൾ കഥാപാത്രങ്ങളുടെ ചിന്ത, അവരുടെ ആന്തരിക ലോകം, അവരുടെ എന്താണ് മൈൻഡ് വോയിസ്, അതിനാണ് പ്രാധാന്യം. അതാണ് ഏത് നോവലുകള്? ബോധധാര നോവലുകൾ എന്ന് പറയുന്നത്. മഞ്ഞ് ഒരു ബോധധാര നോവലാണ്. ആരുടേതാണ്? MT വാസുദേവൻ നായരുടെ ബോധധാര നോവലാണ് ഏത്? മഞ്ഞ് എന്ന് പറയുന്ന നോവല്. ഓക്കെ, ശബ്ദങ്ങൾ എഴുതിയതാരാ? ശബ്ദങ്ങൾ ആരുടെ നോവലാ? ബഷീറിന്റെ നോവലാണ് ശബ്ദങ്ങൾ. ശബ്ദങ്ങളുമായി ബന്ധപ്പെടുന്ന മറ്റൊരു ചോദ്യം വന്നിട്ടുണ്ട്. അരനാഴിക നേരം ആരുടെ നോവലാ? അരനാഴിക നേരം ആരുടെ നോവലാ മക്കളെ? അരനാഴിക നേരം EK മത്തായി എന്നറിയപ്പെടുന്ന പാറപ്പുറത്തിന്റെ നോവലാണ് അരനാഴിക നേരം. ബോധധാര നോവൽ കേട്ടില്ലേ? യെസ്, സർഗദൂതനാണ്. പോഞ്ഞിക്കര റാഫിയുടെ നോവലാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 9ാമത്തെ ചോദ്യം. കേരള സാഹിത്യ അക്കാദമി, കേന്ദ്ര സാഹിത്യ അക്കാദമി, വയലാർ അവാർഡ്, ഓടക്കുഴൽ അവാർഡ് ഇതെല്ലാം നേടിയ കൃതി ഏതാ? ഏണിപ്പടികൾ, ചത്രവും ചാമരവും, അഗ്നിസാക്ഷി, അരനാഴിക നേരം. നമുക്ക് എല്ലാവർക്കും അറിയാലോ ഏതാണ്? യെസ്, അഗ്നിസാക്ഷിയാണ്. ഏറ്റവും കൂടുതൽ അവാർഡുകൾ ഒരു കൃതിക്ക് ലഭിക്കുന്നത് ഏതാണ്? അഗ്നിസാക്ഷിയാണ്. ആദ്യത്തെ വയലാർ അവാർഡ് ലഭിച്ചത് ഇതിലാണ്, അഗ്നിസാക്ഷിക്കാണ്. ആരാണ് അഗ്നിസാക്ഷി എന്ന നോവൽ എഴുതിയത്? അഗ്നിസാക്ഷി എന്ന നോവൽ എഴുതിയത് ആരാണ് മക്കളെ? പറഞ്ഞേ. ലളിതാംബിക അന്തർജനമാണ് ഏത് നോവൽ എഴുതിയത്? അഗ്നിസാക്ഷി എന്ന നോവൽ എഴുതിയത് ആരാണ്? ലളിതാംബിക അന്തർജനമാണ്. ലളിതാംബിക അന്തർജനം. ഏണിപ്പടികൾ എന്നുള്ള നോവൽ ആരുടേതാ? ഏണിപ്പടികൾ എന്നുള്ള നോവൽ ആരുടേതാ? ഏണിപ്പടികൾ കേശവദേവ് തമിഴൊക്കെ വരുന്നുണ്ടല്ലോ. ആരുടേതാ? ഉറപ്പിച്ചു പറയാൻ പറ്റണം. എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇത്തരത്തില് ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻസും നമുക്ക് പാടില്ല. നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റണം, ഇന്ന കൃതി ഇന്ന ആളുടേതാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റണം. ഏണിപ്പടികള് ചോദിച്ച സമയത്ത് എന്തിനാ ഇപ്പൊ വേറൊരു ആൻസർ ഒക്കെ കേശവദേവൊക്കെ വന്നത്? എന്താ? അതിനൊന്നും തെറ്റിക്കരുത് കേട്ടോ. എക്സാം ഓറിയന്റഡ് ആയിട്ട് നവോത്ഥാന നോവലുകൾ എന്നുള്ള ഭാഗത്തു നിന്ന് പല ചോദ്യങ്ങളും പലപ്പോഴും വരാറുണ്ട്. ആദ്യകാല നോവലുകളൊക്കെ മുൻനിർത്തിക്കൊണ്ട് ആരാണ് എഴുതിയത് എന്നടക്കം നമുക്ക് ചോദ്യം വരാറുണ്ട്. അത്തരത്തിൽ നോക്കുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കണം. ഓക്കെ, ഏണിപ്പടികൾ എന്നുള്ള നോവൽ ആരുടേതാണ്? തകഴിയുടേതാണ്. ചത്രവും ചാമരവും ആരുടേതാ? ചത്രവും ചാമരവും എന്നുള്ള കൃതി ആരുടേതാ?
MP ശങ്കുണ്ണി നായരുടെ കൃതിയാണ് ചത്രവും ചാമരവും. അരനാഴിക നേരം നമ്മളിപ്പോ പറഞ്ഞേ ഉള്ളൂ പാറപ്പുറത്തിന്റെ കൃതിയാണ്. അരനാഴിക നേരം ആരുടെ കൃതിയാണ്? പാറപ്പുറത്തിന്റെ കൃതിയാണ്. എക്സാം ഓറിയന്റഡ് ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങള് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം കേട്ടോ. ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് ഇനിയും ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ഏണിപ്പടികൾ ആരുടേതാണ്? തകഴി ശിവശങ്കരപിള്ളയുടെ കൃതിയാണ്. ഏത് കൃതികള്? ഏണിപ്പടികൾ എന്നുള്ള കൃതി, ഏണിപ്പടികൾ. ഓക്കെ, ചത്രവും ചാമരവും എന്നുള്ള കൃതി ആരുടേതാണ്? MP ശങ്കുണ്ണി നായരുടെ കൃതിയാണ്. ചത്രവും ചാമരവും. ഇതൊക്കെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുള്ള കൃതികളാണ് കേട്ടോ. ഇവയെല്ലാം തന്നെ എക്സാം ഓറിയന്റഡ് ആയിട്ട് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കൃതികളാണ്. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. ഓക്കെ, 10ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കടമനിട്ട വാസുദേവൻ പിള്ള രചിച്ച കൃതി ഏതാണ്? കലാപ്രസാദം, പടയണി, മുഖദർശനം, നാടോടി നാടകങ്ങൾ. ബാക്കിയുള്ള ചോദ്യങ്ങളൊന്നും അധികം ചോദിച്ചു കാണുന്നില്ല. താഴെ കൊടുത്തിരിക്കുന്നവയിലെ ഓക്കെ, പടയണിയാണ്. ഇതേ ചോദ്യം തന്നെ ഇവിടെ വന്നിട്ടുണ്ട്, നെറ്റിന്റെ ചോദ്യ പേപ്പറിൽ വന്നിട്ടുണ്ട് ഇല്ലേ? പടയണി, മാച്ച് ദി ഫോളോയിങ്ങിൽ ഇതേ ചോദ്യം തന്നെ കടമനിട്ട വാസുദേവൻ നായർ പടയണി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കഴിഞ്ഞ നെറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇതാണ് പറയുന്നത്, സെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണെങ്കിലും നെറ്റിന്റേതാണെങ്കിലും ചോദിക്കുന്നതെല്ലാം എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്, ഒരേ രീതിയിലുള്ള കാര്യങ്ങളാണ്. നമ്മളത് ഡിസ്കസ് ചെയ്തതാണ്. യെസ് ടീച്ചറെ, ശരിയാണ്. ഓക്കെ, കടമനിട്ടയുടെ കൃതിയാണ് പടയണി. അടുത്ത ചോദ്യം, ചേരുംപടി ചേർക്കുക. സമകാലിക മലയാള നോവലിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ ഉത്തരാധുനിക മലയാള നോവലിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. TD രാമകൃഷ്ണൻ, സുഭാഷ് ചന്ദ്രൻ, N പ്രഭാകരൻ, KP രാമനുണ്ണി. എല്ലാവരും ഉത്തരം പറഞ്ഞേ. സിമ്പിൾ ആണ്. ഓപ്ഷൻ A ആണ് എന്ന് ആവണി പറയുന്നുണ്ട്. TD രാമകൃഷ്ണൻ. താഴെ തന്നിരിക്കുന്നവയിലെ TD രാമകൃഷ്ണന്റെ നോവൽ ഏതാ? തന്നിരിക്കുന്നവയിലെ TD രാമകൃഷ്ണന്റെ നോവല് പറഞ്ഞേ. A2 ആണ്. മാമ ആഫ്രിക്ക ആരുടേതാണ്? TD രാമകൃഷ്ണന്റെ നോവലാണ് മാമ ആഫ്രിക്ക. ഓക്കെ, സുഭാഷ് ചന്ദ്രന്റെ നോവൽ ഏതാ മക്കളെ? ജിതേന്ദ്രൻ പ്രധാനപ്പെട്ട കഥാപാത്രമായി വരുന്ന നോവല്, ഒരു കത്തിലൂടെ തുടങ്ങുന്ന നോവൽ ഏതാണ്? മനുഷ്യനൊരു ആമുഖമാണ്. മനുഷ്യനൊരു ആമുഖം. N പ്രഭാകരന്റെ നോവൽ ഏതാ? M പ്രഭാകരന്റെ തീയൂർ രേഖകളാണ്. N പ്രഭാകരന്റെ കൃതിയുടെ പേര് തീയൂർ രേഖകൾ, നോവലാണ്. KP രാമനുണ്ണിയുടെ സിനിമയായി കൂടിയുള്ള കൃതി ഏതാണ്? സൂഫി പറഞ്ഞ കഥയാണ്. സൂഫി പറഞ്ഞ കഥ. യെസ്. അപ്പൊ A2, B3, C4, D1. A2, B3, C4, D1. ഓപ്ഷൻ A ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അല്ലെ? ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇതൊക്കെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കൃതികൾ കർത്താക്കൾ എന്ന രീതിയിൽ വരുന്ന ചോദ്യങ്ങളാണ്. അടുത്ത ചോദ്യം, 11ാമത്തെ ചോദ്യം. കർണശബദം ആട്ടക്കഥയുടെ കർത്താവ് ആരെ? പറഞ്ഞേ. കർണശബദം ആട്ടക്കഥ കഥകളി എന്ന മേഖലയിൽ നിന്ന് ഇപ്രാവശ്യവും സ്ഥിര ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. കർണശബദം ആട്ടക്കഥ ആരുടേതാണ്? ആട്ടക്കഥ പറയൂ. എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. ആട്ടക്കഥ. മാലി KS നീലകണ്ഠൻ ഉണ്ണി, തകഴി K, ചങ്ങാരപ്പള്ളി നാരായണൻ പോറ്റി. കഥകളി, ആട്ടക്കഥ എന്നീ ഭാഗങ്ങള് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ആരുടേതാണ്? മാലി V മാധവൻ നായരുടെ കൃതിയാണ് ഏത്? കർണശബദം ആട്ടക്കഥ. അപ്പൊ സാധാരണയായിട്ട് ആട്ടക്കഥയുമായി ബന്ധപ്പെട്ട് നമുക്ക് നളചരിതം ആട്ടക്കഥ സ്ഥിര ചോദ്യമാണ് അല്ലെ? പരീക്ഷയ്ക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറെ ചോദ്യങ്ങളുണ്ട്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. കാരണം ആട്ടക്കഥ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. കോട്ടയത്ത് തമ്പുരാന്റെ കൃതികള്. കോട്ടം തീർന്നൊരു കോട്ടയം കഥകൾ 4. വെൺമണി മഹന്റെ എന്താണ് സൂചന, അല്ല പ്രകൃതിയാണ് അല്ലെ? കോട്ടം തീർന്നൊരു കോട്ടയം കഥകൾ 4 എന്ന് കോട്ടയത്ത് തമ്പുരാന്റെ ആട്ടക്കഥകളെ പ്രശംസിച്ചത് ആരാണ്? വെൺമണി മഹനാണ്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട കൃതികള് കോട്ടയത്ത് തമ്പുരാന്റെ? നമ്മള് ബിക്കിനി എന്നൊന്നും വായിക്കരുതേ. ഭഗക്കിനി എന്ന് നമ്മൾ കീവേഡ് പഠിച്ചു വെച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഭഗവതം, കല്യാണ സൗഗന്ധികം. പിന്നെ ഏതാണ്? കിർമീരവധം. ദാവണി മുഴുവനായിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിവാദ കവച
നാലകേയവധം അല്ലെ, കോട്ടയത്ത് തമ്പുരാന്റെ നാലാട്ടക്കഥകള്, കോട്ടയത്ത് തമ്പുരാന്റെ നാലാട്ടക്കഥകള്. ഇനി ഒരാളും കൂടി ഉണ്ടല്ലോ ഇതുപോലെ തന്നെ സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. ആരാണ്? കോട്ടയത്ത് തമ്പുരാൻ പോലെ തന്നെ എപ്പോഴും ചോദിക്കുന്നത് ഇരയമ്മൻ തമ്പി. ഇരയമ്മൻ തമ്പിയുടെ പ്രധാനപ്പെട്ട ആട്ടക്കഥകൾ ഏതൊക്കെയാ? ഉദഗി, ഉദഗി എന്നുള്ള കോഡ് പഠിച്ചു വെച്ചാൽ കിട്ടും. ഉത്തരാസ്വയംവരം, ദക്ഷയാഗം, പിന്നെ ഏതാ? ഉദഗി, കീചകവധം, കീചകവധം. ഇതൊക്കെ ആരുടേതാണ്? ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥകളാണ് അല്ലെ, ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥകളാണ്. രാവണി ടൈപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളോട് ചോദിച്ചത് കർമ്മശബദം ആട്ടക്കഥ ആരുടേതാണ് എന്നാണ്. കർമ്മശബദം ആട്ടക്കഥ മാലി മാധവൻ നായരുടേതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കട്ടെ. കിരാതം ആട്ടക്കഥ ആരുടെയാ മക്കളെ? കിരാതം ആട്ടക്കഥ, കിരാതം, കിരാതം ഇരട്ടക്കുളങ്ങര രാമവാര്യർ, ഇരട്ടക്കുളങ്ങര രാമവാര്യർ. ഇത് ചോദിച്ചിട്ടുണ്ട്, ഇരട്ടക്കുളങ്ങര രാമവാര്യർ. ഓക്കെ, ഇനി ഇതുപോലെ ചോദിക്കുന്ന മറ്റൊരെണ്ണം കല്ലൂർ നീലകണ്ഠപിള്ള ഇവിടെ ഇല്ല അല്ലെ? ഓക്കെ ഓക്കെ, ഇതുപോലെ ചോദിക്കുന്ന രാവണ വിജയം ആരുടേതാ? രാവണ വിജയം, രാവണ വിജയം, രാവണ വിജയം ആട്ടക്കഥ എഴുതിയതാരാ? എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആണ്. രാവണ വിജയം ആട്ടക്കഥ കല്ലേക്കുളങ്ങര നാരായണ പിഷാരടി അല്ല, കല്ലേക്കുളങ്ങര രാഘവ പിഷാരടിയുടെ രാവണോദ്ഭവമാണ്. നൗഷാദ് സാറേ, കല്ലേക്കുളങ്ങര രാഘവ പിഷാരടിയുടെ കൃതി ആട്ടക്കഥ രാവണോദ്ഭവമാണ്. നമ്മൾ ഇവിടെ ചോദിച്ചത് രാവണ വിജയമാണ്. കരീന്ദ്രൻ തമ്പുരാൻ, കിളിമാനൂർ തമ്പുരാൻ അല്ലെങ്കിൽ കരീന്ദ്രൻ തമ്പുരാൻ എന്നറിയപ്പെടുന്ന തമ്പുരാന്റേതാണ് രാവണ വിജയം. രാവണ വിജയം. ഓക്കെ, രാവണ വിജയം. താടകാവധം ആരുടേതാ? താടകാവധം, താടകാവധം വി കൃഷ്ണൻ തമ്പിയുടേതാണ്. യെസ്, വി കൃഷ്ണൻ തമ്പിയുടേതാണ്, വി കൃഷ്ണൻ തമ്പിയുടേതാണ്. ഓക്കെ, എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, തെറ്റിക്കരുത്. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇവിടെ KS നീലകണ്ഠൻ ഉണ്ണി എന്നുള്ളൊരു പേര് കിടക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ ആട്ടക്കഥയുടെ പേര് മഹിഷി മർദ്ദനം എന്നാണ്. മഹിഷി മർദ്ദനം, മഹിഷി മർദ്ദനമാണ്. KS നീലകണ്ഠൻ ഉണ്ണിയുടെ ആട്ടക്കഥയുടെ പേര് മഹിഷി മർദ്ദനം, മഹിഷി മർദ്ദനം. ചങ്ങാരപ്പള്ളി നാരായണൻ പോറ്റി, ചങ്ങാരപ്പള്ളി നാരായണൻ പോറ്റി ഇദ്ദേഹമാണ് കുമാരനാശാന്റെ കരുണ ആട്ടക്കഥയാക്കിയത്. കുമാരനാശാന്റെ കരുണ ആട്ടക്കഥയാക്കിയത് ആരാണ്? ചങ്ങാരപ്പള്ളി നാരായണൻ പോറ്റിയാണ്. ഈ തകഴി കെ എന്നുള്ള പേരൂടെ കിടക്കട്ടെ, അതിലേക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്, അതിൽ ചെറിയൊരു ഡൗട്ട് ഉണ്ട്, അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. തകഴി കെ എന്നുള്ള പേര് അവിടെ കിടക്കട്ടെ കേട്ടോ. ഓക്കെ, യെസ്. ബാക്കിയുള്ള ഓപ്ഷനുമായി ബന്ധപ്പെടുന്നത് എന്തൊക്കെയാണെന്ന് കിട്ടിയില്ലേ? അപ്പൊ ചങ്ങാരപ്പള്ളി നാരായണൻ പോറ്റിയാണ് കുമാരനാശാന്റെ കരുണ ആട്ടക്കഥയാക്കിയത്. KS നീലകണ്ഠൻ ഉണ്ണിയുടെ ആട്ടക്കഥയാണ് മഹിഷി മർദ്ദനം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 13ാമത്തെ ചോദ്യം, റിപ്പീറ്റഡ്. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ഇരകളുടെ കഥ പ്രമേയമാക്കിയ അംബികാസുധൻ മാങ്ങാടിന്റെ നോവൽ ഏത്? അംബികാസുധൻ മാങ്ങാടിന്റെ നോവൽ. ഇത് റിപ്പീറ്റഡ് അല്ലേ? ഇത് റിപ്പീറ്റഡ് അല്ലേ? ആണ്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിർബന്ധമായിട്ട് എല്ലാവരും ഉത്തരം പറഞ്ഞേ, എല്ലാവരും ഉത്തരം പറഞ്ഞേ. പരീക്ഷത്ത് എന്നുള്ള കഥാപാത്രം വരുന്നതാണ്. യെസ്, യെസ്. ഈ എന്മകജയാണ് ശരിയായിട്ടുള്ള ആൻസർ. ഏതാണ്? എന്മകജയാണ്. അല്ലേഹലൻ, അല്ലോഹലൻ എന്നാണ്. അല്ലോഹലൻ എന്നുള്ള നോവൽ ആരുടെ? അതാ, അതും അംബികാസുധൻ മാങ്ങാടിന്റെ നോവൽ തന്നെയാണ്. ഓക്കെ, അല്ലോഹലൻ എന്നുള്ള നോവൽ എഴുതിയതും ആര് തന്നെയാണ്? അംബികാസുധൻ മാങ്ങാട് തന്നെയാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, കാസർഗോഡ് ഭാഷയിൽ രചിച്ചിട്ടുള്ള ഒരു കൃതിയാണ് കേട്ടോ മൊഗ്രാൽ മൊഴികൾ എന്നുള്ളത്. മൊഗ്രാൽ മൊഴികൾ എന്നുള്ളത് എഴുതിയത് ആരാണ് എന്നുള്ളത് എനിക്ക് ഒരു മിനിറ്റ് ഇപ്പൊ പറയാവേ. മൊഗ്രാൽ മൊഴികൾ എന്നുള്ള കൃതി എഴുതിയത് ആരാണെന്ന് ഞാൻ പറയാവേ. ഒരു മിനിറ്റ് ഞാനത് എവിടെയോ വായിച്ചിട്ടുണ്ട്.
അബ്ദുള്ള കുഞ്ഞി. അബ്ദുള്ള കുഞ്ഞി. അബ്ദുള്ള കുഞ്ഞിയുടെ കൃതിയാണ്. ഓക്കെ. എൻ മകജ എന്ന നോവലുമായി ബന്ധപ്പെട്ടിട്ട് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. അത് ഇപ്രാവശ്യവും ചോദിച്ചു. അടുത്ത ചോദ്യം, അച്ഛന്റെ വെന്തീഞ്ഞ ഇന്ന എന്ന ചെറുകഥയുടെ രചയിതാവാരെ? കെ സരസ്വതി അമ്മ, KTC വടുതല, EM കോവൂർ, പുളിമാന പരമേശ്വരൻ പിള്ള. അച്ഛന്റെ വെന്തിഞ്ഞ ഇന്ന ദളിത് പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു കൃതിയാണ് അച്ഛന്റെ വെന്തിഞ്ഞ ഇന്ന എന്നുള്ളത്. ആരുടേതാണ്? ആരുടെ കൃതിയാണ് അച്ഛന്റെ വെന്തിഞ്ഞ ഇന്ന എന്നുള്ള ചെറുകഥ എഴുതിയത്? ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആരാണ് ചെറുകഥ എഴുതിയത്? എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. നമ്മൾ ഇനിയും പഠിച്ചു വെക്കാനുണ്ട്. KTC വടുതല. KTC വടുതലയുടെ കൃതിയാണ് അച്ഛന്റെ വെന്തീഞ്ഞ ഇന്ന എന്നുള്ള കൃതി. TKC വടുതല. ഞാൻ വായിച്ചത് തെറ്റാണ്. TKC വടുതലയാണ്. TKC വടുതല. അദ്ദേഹത്തിന്റെ മറ്റ് പ്രധാനപ്പെട്ട കൃതി ഏതാണ്? ചങ്കരാന്തി അട. പിന്നെ കച്ചയും കൊയ്ത്തും. ഇതൊക്കെ ആരുടെ കൃതിയാണ്? ആരുടെ കൃതിയാണ്? TKC വടുതലയുടെ കൃതിയാണ്. TKC വടുതലയുടെ കൃതിയാണ്. ഓക്കെ. ഇന്നത്തെ ക്ലാസ്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുകയാണ്. കമ്പളി കണ്ടത്തെ കൽഭരണികൾ എന്ന പുസ്തകം രചിച്ചതാര്? സമകാലികമായിട്ട് ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞിട്ടുള്ള റീസെന്റ് ട്രെൻഡിൽ നിൽക്കുന്ന ഒരു പുസ്തകമാണ് കമ്പളി കണ്ടത്തെ കൽഭരണികൾ. ആരുടെ കൃതിയാണ് കമ്പളി കണ്ടത്തെ കൽഭരണികൾ? ആരാണോ ഇതിന്റെ ഓപ്ഷൻ ഒക്കെ ഇടുന്നത്? ബാബുവൻ പലിശ്ശേരിയുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കമ്പളി കണ്ടത്തെ കൽഭരണികൾ എന്ന പുസ്തകം രചിച്ചതാരാ? സഞ്ജന ടീച്ചർ ഓപ്ഷൻ ഡി പറയുന്നു, വിധു ടീച്ചർ ഓപ്ഷൻ ഡി പറയുന്നു. യെസ്, ബാബു അബ്രഹാം. ബാബു അബ്രഹാം ആണ് കമ്പളി കണ്ടത്തെ കൽഭരണികൾ എന്നുള്ള കൃതി രചിച്ചത്. അപ്പോ 2026 ഫെബ്രുവരിയിൽ നടന്ന സെറ്റ് എക്സാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട 15 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും പങ്കുവെക്കുക. ഈ ഒരു ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. അടുത്തൊരു പാട്ടുമായിട്ട് നമുക്ക് വീണ്ടും വരാം. താങ്ക് യു ലേണേഴ്സ്.